BFS എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്യൂ ഡേറ്റ സ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പം ക്യൂവും റിസൾട്ടും ഇങ്ങനെ രണ്ട് പാർട്ട് ഉണ്ടാക്കി വെക്കണം. അതിനകത്ത് ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര നോഡുകളുണ്ടോ അത്രയും ബോക്സസ്, എത്ര നോഡ് മീൻസ് വെർട്ടെക്സുകളുണ്ടോ അത്രയും ബോക്സസ് ഇവിടെ ഉള്ളതുപോലെ വേണം നമ്മൾ ക്യൂ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ആദ്യം തന്നെ ഇത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്, ബട്ട് ഞാൻ ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ ഫസ്റ്റ് വെർട്ടെക്സ് ആയിട്ട് ഞാൻ സോഴ്സ് നോഡായിട്ട് ഈ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 5 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം 0നെ ക്യൂവിലേക്ക് എൻ്റർ ചെയ്യുന്നു. 0 ക്യൂവിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ നോക്കുക 0ൽ നിന്ന് പോകുന്ന ഏതൊക്കെ നമ്മളുടെ എഡ്ജുകൾ ഏതൊക്കെ വെർട്ടെക്സുകളിലാണ് എത്തുന്നത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ 3 and 1 ആണ്. അപ്പോൾ 3 and 1നെയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ക്യൂവിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 0നെ ക്യൂവിൽ വെച്ചു, അത് കഴിഞ്ഞിട്ട് 0നെ റിസൾട്ടാക്കി എഴുതി. ഇവിടെ 0നെ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക 1ഉം 3 ആണ് അടുത്തതായിട്ടുള്ളത്. സോ 1ഉം 3നെ നമ്മൾ ഏത് ഓർഡറിൽ, ഒന്നിലെ 3 1 അല്ലെ 1 3 അങ്ങനെ നമ്മൾ എന്തിൽ വെച്ചു, ക്യൂവിലെടുത്ത് വെച്ചു. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് 0 കഴിഞ്ഞു, ഇനി അടുത്ത് 1നെ ക്രോസ് ചെയ്തു. 1നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 റിസൾട്ട് എഴുതി. ഇവിടെ 1നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുക ഇവിടെ 1ഉമായിട്ട് കണക്റ്റഡ്. ഈ 0 ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, വിസിറ്റഡ് ആക്കി എന്നാണ് നമ്മളിതിൻ്റെ മീനിങ്. ഇതിപ്പം ഇവിടെയെല്ലാം ഞാൻ ജസ്റ്റ് നേരത്തെ ചെയ്ത് വെച്ച എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഇതെല്ലാം ക്രോസ് ചെയ്തിട്ടിരിക്കുക. നമുക്ക് തരുമ്പോഴത്തേക്കും ആദ്യം ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. 0 വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ 0 ക്രോസ് ചെയ്തു. ഇപ്പോൾ 1 വിസിറ്റ് ചെയ്തു മീൻസ് 1 ഇവിടെ നമ്മൾ ക്യൂവിൽ എൻ്റർ ചെയ്തു, 1 കട്ട് ചെയ്തു, 1നെ റിസൾട്ട് എഴുതി, വിച്ച് മീൻസ് 1 ഇസ് വിസിറ്റഡ്. അങ്ങനെയാണെങ്കിൽ 1നെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുക 1ൻ്റെ അടുത്ത് വരുന്ന 1ൽ നിന്ന് പോകുന്ന എഡ്ജുകൾ ഏതൊക്കെ വെർട്ടെക്സുകളെയാണ് പോയി ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കി. അപ്പോൾ 3 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. 3 ഓൾറെഡി ക്യൂവിൽ എൻറ്റേർഡ് ആണ്. പിന്നെ അടുത്തത് ഏതാണുള്ളത്, 0യും ഓൾറെഡി എൻറ്റേർഡ് ആണ്. പിന്നെ ഉള്ളത് ഇനി എൻറ്റർ ചെയ്യാൻ ഏതൊക്കെയാണ് ഉള്ളത്, 2 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. സോ നമ്മൾ 2 5 6നെ അടുത്തതായിട്ട് നമ്മൾ ക്യൂവിലേക്ക് എൻറ്റർ ചെയ്തു. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 1 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഏതാ, 3 ക്രോസ് ചെയ്ത് 3 റിസൾട്ട് എഴുതി. ഇവിടെ 3 ക്രോസ് ചെയ്തു. 3യിൽ നിന്ന് പോകുന്നത് എവിടെയൊക്കെ ചെന്നാണ് മീറ്റ് ചെയ്യുന്നത്, 0 1 2 4. 0 ഓൾറെഡി ക്രോസ്ഡ് ആണ്, ഓൾറെഡി വിസിറ്റഡ് ആണ്, ക്യൂവിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. 1 ഓൾറെഡി ക്യൂവിലുണ്ട്, 2 ഓൾറെഡി ക്യൂവിലുണ്ട്, 4 ഓൾറെഡി ക്യൂവിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യൂവിലേക്ക് 4നെയും കൂടെ എൻ്റർ ചെയ്ത് വെക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ 3 വരെയാണ് ക്രോസ് ചെയ്തത്. ഇനി അടുത്ത 2നെ ക്രോസ് ചെയ്തിട്ട് 2 റിസൾട്ട് എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2ൽ നിന്ന് പോകുന്ന എഡ്ജസ് മീറ്റ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്, 1 3 4 5. 1 3 4 5 ഇത് 1 3 4 5 ഇതെല്ലാം തന്നെ നേരത്തെ ക്യൂവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും എൻ്റർ ചെയ്യാനില്ല. ഇനി അടുത്തതിലേക്ക് പോവുക, 5നെ ക്രോസ് ചെയ്തു, 5 റിസൾട്ട് എഴുതി, 5 ഇവിടെയും ക്രോസ് ചെയ്തു. എന്നിട്ട് നോക്കുക 1 2 1ഉം 2ഉം മാത്രമേ ഉള്ളൂ 5ൽ നിന്ന് പോകുന്ന എഡ്ജസ് മീറ്റ് ചെയ്യുന്ന വെർട്ടിസസ്. അതെന്ന് പറഞ്ഞാൽ ഓൾറെഡി 1ഉം 2ഉം എൻറ്റേർഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിലും ഇനി ക്യൂവിലേക്കൊന്നും എൻ്റർ ചെയ്യാനില്ല. ഇനി അത് കഴിഞ്ഞ് 6 ക്രോസ് ചെയ്തു. 6നെ ഇങ്ങനെ വെട്ടുന്നതിനാണ് കേട്ടോ ക്രോസ് ചെയ്യുക പറയുക. ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 റിസൾട്ട് എഴുതി. 6 റിസൾട്ട് എഴുതി കഴിഞ്ഞ് ഇവിടെയും 6നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 4 1 ഇത് രണ്ടുമാണ് 6ൽ നിന്ന് പോകുന്ന എഡ്ജസ് മീറ്റ് ചെയ്യുന്നത്. 4ഉം 1ഉം ഓൾറെഡി ക്യൂവിലുണ്ട്. അങ്ങനെയാണ് ഇനിയിപ്പം ഒന്നും ക്യൂവിലേക്ക് എൻ്റർ ചെയ്യാനില്ല. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ക്രോസ് ചെയ്തു, 4 റിസൾട്ട് എഴുതി, ഇവിടെയും 4 ക്രോസ് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ഇതെല്ലാം ഓൾറെഡി നമ്മൾ എവിടെയാണ്, ക്യൂവിൽ എൻ്റർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തില്ല, ഇനി ക്യൂവിലൊന്നും എൻ്റർ ചെയ്യാനില്ല. ഇപ്പം നമുക്ക് കിട്ടിയ റിസൾട്ടാണ് BFSൻ്റെ റിസൾട്ട്.